കൂടി സെപ്റ്റംബർ ഒക്കെ ആവുന്നതോടുകൂടി നമ്മൾ നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കും. ബോഗൺവില്ല ചെടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതലടങ്ങിയ വളങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇടയ്ക്ക് DAP ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേയും ചെയ്ത് കൊടുക്കാം. ഈ 2 വളങ്ങൾ നമ്മൾ ഡിസംബർ ജനുവരിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി നന്നായിട്ട് പൂക്കാൻ തുടങ്ങും. ഏത് പൂക്കാത്ത ബോഗൺവില്ലയും നിറയെ പൂക്കാൻ വേണ്ടി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കൂടാതെ തന്നെ DAP എന്ന് പറഞ്ഞിട്ടുള്ള വളം, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ ഒരു നുള്ള് ഇട്ട് കൊടുത്താലും രണ്ടും കൂടെ വർക്ക് ചെയ്ത് നല്ല കോമ്പിനേഷനായിട്ട് ചെടി ഇല കാണാതെ പൂക്കും. ആ രീതിയിൽ പൂത്ത ബോഗൺവില്ല ചെടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും മനോഹരമായിട്ട് ബോഗൺവില്ല ചെടികൾ പൂക്കണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും തടി മെച്യൂർ ആവുന്നതിനനുസരിച്ച് നമ്മൾ പിന്നീട് വളം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സീസൺ ആകുമ്പോൾ